വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാൻ നിരവധി പേരാണ് ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഇന്ന് എത്തിയത്. ചടങ്ങ് ഇന്ന് നടന്നില്ലെങ്കിലും വിജയ് മുഖ്യമന്ത്രിയാകുമെന്ന് ഉറച്ച പ്രതീക്ഷയിലാണ് അവർ. ടിവികെ പിന്തുണയ്ക്കുന്ന ചില മലയാളികളും ചെന്നൈയിലേക്ക് എത്തിയിട്ടുണ്ട്. അഭിജിത്ത് അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. പനയൂരിലെ ടിവികെയുടെ ആസ്ഥാനത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മളിപ്പോൾ കുറച്ച് മലയാളികളായ ടിവികെ സപ്പോർട്ട് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. എവിടെയാണ് നിങ്ങളൊക്കെ? ഞങ്ങൾ തിരുപ്പൂർ, തമിഴ്നാട് തിരുപ്പൂരിലിരിക്കുന്നു. നമ്മുടെ നേച്ചറിൽ കേരളമാണ്, പാലക്കാട്. വോട്ട് ചെയ്തത് വിജയ്ക്കാണ് ചെയ്തത്. ഞങ്ങളും എവിടെയാണ്? ഞങ്ങളിവിടെ പാലക്കാട് സ്വന്തം നാട്. ഞങ്ങൾ തിരുപ്പൂരാണ് താമസം. ഇപ്പോൾ ഞങ്ങൾ തിരുപ്പൂർ ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും വോട്ട് റേഡിയോ ഒക്കെ തമിഴ്നാട്ടിൽ തന്നെ മേടിച്ച് വോട്ടൊക്കെ ഇട്ടു. വിജയ്ക്കാണ് ഇട്ടത്, ടിവിക്കാണ് ഇട്ടത്. നമ്മളും തിരുപ്പൂർ തന്നെ. വിജയ്ക്ക് വേണ്ടി ഇവിടെ തന്നെ സ്ഥലം മാറ്റി വോട്ട് റേഡിയൊക്കെ എടുത്ത് വോട്ട് ഇട്ട് കഴിഞ്ഞ് ഈ വിജയ് CM ആണ് മാത്രം പണി. അത് കാരണം ഈ വെയിൽ വന്ന് നിൽക്കുന്നുണ്ട് വിജയെ കാണാൻ. ചേച്ചിയോ? ഞാൻ വന്ന് ഇടുക്കിയാണ് എൻ്റെ വീട്. പക്ഷേ എനിക്ക് വോട്ട് അവിടെയാണ്. എനിക്ക് ഭയങ്കര സങ്കടമാണ് അത്. ഇവിടെ വോട്ടിടാൻ പറ്റിയില്ലല്ലോ. അവിടെ എനിക്ക് സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് മാറ്റാൻ പറ്റിയില്ലല്ലോ പെട്ടെന്ന്. അതുകൊണ്ട് എനിക്ക് സങ്കടമാണ്. എന്തായാലും വിജയ് വരണം. ഇതിപ്പോ വലിയ പ്രശ്നമായിട്ടാവുള്ളൂ. ഇപ്പൊ വിജയ് ആവോ CM എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉറപ്പായിട്ടാവും. ഒരു പ്രശ്നമില്ല, ഉറപ്പായിട്ടാവും. ഇതേവര് ആദ്യമായിട്ട് ഇങ്ങനെ നിൽക്കുമല്ലേ. അത് ഒരു ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർ ഹീറോയാ. അതും ഒരു കാര്യം. അതിൽ തന്നെ പിന്നെ എല്ലാവരുടെയും ഫാൻ സൈഡിൽ ഒരു വലിയ ആളാണ്. അത് ഇവർ ആദ്യം പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇപ്പം അതാണ് വലിയ കാര്യം. ഇപ്പം CM-ലുള്ള വേറെ ആരെങ്കിലും വരുവാണെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം ഇത് സെറ്റ് ആയില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഇലക്ഷൻ വെക്കണം. എന്നാലേ ആ പോസ്റ്റിംഗ് എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോൾ കുറേ ആൾക്കാർ എന്തൊക്കെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി ഇലക്ഷൻ എടുക്കാനുള്ള ഒരു പ്ലാൻ കൊണ്ടുവരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസ്റ്റിംഗിൽ തന്നെ വിജയിക്കും. അപ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അത്തരത്തിൽ വിജയ്ക്കും ടിവികെക്കും പിന്തുണയുമായി സത്യപ്രതിജ്ഞയൊക്കെ കാണാൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ തീരുമാനം ഇങ്ങനെ ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ അകന്നു തന്നെ നിൽക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം വരും മണിക്കൂറുകളിൽ എന്താണ് തമിഴക രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേള.